നമുക്കൊന്ന് മാറ്റി പിടിക്കണം കേട്ടോ. ശരിയാ, ശ്രീയുടെ ക്യാമറ കാണുമ്പോൾ പെണ്ണുങ്ങൾ മൊത്തം പുള്ള പറയാൻ സ്വന്തക്കാരാകാൻ. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ശ്രീയുടെ അടിപൊളി ക്യാമറ ആംഗിൾസും പിന്നെ ഫോട്ടോസിന്റെ ക്വാളിറ്റീസും എല്ലാം കണ്ടാൽ അവർ ഒരുങ്ങി വരുന്നത് തന്നെ പുള്ളിയുടെ ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അത് പോട്ടെ. അപ്പോ എന്തൊക്കെയാ നിങ്ങളുടെ സജഷൻസ്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാക്കിംഗ് പോയപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് ഈ പ്രാവശ്യം ഇവന്റ് എല്ലാം ഒന്ന് കൊഴുപ്പിക്കണം, കുറച്ചുകൂടി അവന് ഗ്രാൻഡ് ആക്കണമെന്നേ. അതെന്തൊക്കെയാ? സാധാരണ നമ്മളെ കൾച്ചറൽ ഇവന്റ്സിന്റെ ഭാഗമായിട്ടാണല്ലോ ലേഡീസിന്റെ തിരുവാതിര. പക്ഷെ ഇത്തവണ നമ്മളത് പുറത്ത് കോൺകോർഡിന്റെ ഗ്രൗണ്ടിൽ കളിക്കുന്നു. അതെ, 60 തരണീ മണികൾ പങ്കെടുക്കുന്ന ഒരു മെഗാ തിരുവാതിര. മതി, അത് കൊള്ളാം. പിന്നെ അതിന്റെ കൂടെ ശിങ്കാരി വേളം, കളരിപ്പയറ്റ്, വടംവലി, പുലികളി, വർണ്ണശബളമായ താലപ്പൊലി, എന്തിനു പറയണം. 2 ദിവസമാണ് ഇത്തവണ പ്രോഗ്രാംസ്. അത് കലക്കി, ഇത് പൊളിക്കും. പക്ഷെ അതിനുള്ള ഫണ്ട് നമ്മൾ എങ്ങനെ കണ്ടെത്തും? അതിന് നമ്മുടെ വിശാല മനസ്കരായ കോൺകോഡിലെ മലയാളികളും പിന്നെ നമ്മുടെ നോൺ മലയാളി സഹോദരങ്ങളും ഒക്കെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ശ്രീനാണല്ലോ സ്പീക്കറിലിടാം. ഹലോ, അതെ, നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഫൈനലൈസ് ചെയ്തു. ഏകദേശമായി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കിടിലൻ ഐഡിയ പറയട്ടെ. നമുക്ക് ഇപ്രാവശ്യം ഒരു ആനയെ കൊണ്ടുവന്നാലും 50,000 ഒന്നും വേണ്ട, കിടിയാനായാലും മതി. സംഭവം പൊളിക്കും. ആനയെ കൊണ്ടുവന്നിട്ട് നമുക്ക് കോൺകോണിന് ചുറ്റും 2 റൗണ്ട് നടത്താം. പിന്നെ എല്ലാവർക്കും സെൽഫി എടുക്കാമല്ലോ. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു കിടിലൻ ഐറ്റമാണ്. സാറിപ്പം ശരിക്കും എവിടെയാ? ഞാനേ ആശാന്റെ കൂടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് പങ്കെടുക്കാൻ വന്നിരിക്കുക. എത്ര എണ്ണം അടിച്ചിട്ടുണ്ട്? 4-5 എണ്ണം വരെ എണ്ണി. പിന്നെ എണ്ണി തുടങ്ങിയപ്പോ കണക്കേറ്റി. തോന്നി. സാർ ആദ്യം വീട്ടിൽ ചെല്ലാൻ നോക്ക്. ആനയും കരടിയും ഒക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ആനയെ ഇവിടെ മനുഷ്യൻ നടക്കാൻ സ്ഥലമില്ല ഇതിനകത്ത്, അപ്പോഴാന്ന് പറയാം ആന. പിന്നെ വേറെ കാര്യം, സാധാരണ ഓണത്തിന് നമുക്ക് ബോയ്സിന്റെ ഗ്രൂപ്പ് സോങ് ഉണ്ടാവാറില്ല. പക്ഷെ ഇത്തവണ നമുക്കൊരു ഗ്രൂപ്പ് സോങ് വേണം. ആയിക്കോട്ടെ, പാട്ട് സെലക്ട് ചെയ്തു, നമുക്ക് നോക്കാം. അപ്പൊ സദ്യയുടെയും പിന്നെ മാവിലയുടെ ഒക്കെ കാര്യം എങ്ങനെയാ? സദ്യ നമുക്ക് വില്ലേജിലോ തലശ്ശേരിയിലോ ഏൽപ്പിക്കാം. പക്ഷെ മാവേലി സൂരജിനെ മാവേലിയാക്കാം. നമുക്ക് മാവേലിയൊന്നും പറ്റില്ല, ഓൺലി അറബി. ഓർമ്മയില്ലേ? ഒരു കാര്യം ചെയ്യാം, മാവേലി നമുക്ക് പുറത്തുനിന്ന് ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഫിക്സ് ആയ സ്ഥിതിക്ക് ഡൊണേഷൻ ഡ്രൈവും കൾച്ചറൽ പ്രോഗ്രാം ഡിസ്കഷൻ ഒക്കെ തുടങ്ങില്ലേ? അങ്ങനെ ഉത്സവത്തിന് കൊടി കയറി മക്കളെ. ഇനി പോട്ടി പൂരമായിരിക്കും. എല്ലാവരും അടിച്ച് കയറി വാ. ഈ പുള്ളി വെറുതെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? കമ്മിറ്റിയുടെ ഫിനാൻസ് ആരല്ലേ രഞ്ജിത്ത്? നിൽക്കാൻ സമയമില്ല, വിളിക്കണ്ട. അക്കൗണ്ട്സ് ഒക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. അതിന് കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചു വരുന്നല്ലേ ഉള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തവണ ഗ്രാൻഡ് പ്രോഗ്രാം അല്ലേ, ഫണ്ട് എങ്ങനെ കണ്ടെത്തുന്ന ഒരു ടെൻഷനാണ്. ആ സൂരജൊക്കെ പോയി എന്തൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊരു ടെൻഷനും വേണ്ട. പ്രോഗ്രാമിന് ഡൊണേഷൻ തരാൻ ഒരുപാട് പേരുണ്ട്. പിന്നെ സദ്യ കൂപ്പൺ എന്തായാലും ചെലവായിക്കോളൂ, നല്ല ഡിമാൻഡാണ്. നമ്മുടെ റോക്കി ബൈ ആരാ? അഞ്ജന മാത്രം മതി. ബാക്കിയുള്ളവർക്ക് വിൽക്കാൻ കിട്ടുമോ? എല്ലാവരും ഗ്രൂപ്പ് സോങ് നോക്കിയിട്ടുണ്ടല്ലോ അല്ലേ? എന്നാ നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യാം. നമുക്ക് ഓപ്പണിംഗ് സോങ് തന്നെ ഓഡിയൻസിനെ പിടിച്ചെടുത്താൻ പറ്റിയ ഒരു ഐറ്റം, ഒരു ഉഗ്രം പാട്ടുണ്ടെങ്കിലും. ഏതാ? ഒന്ന് പാടിയേ.